നല്ല അടിപൊളി ഫ്രഷ് ചെമ്മീൻ കിട്ടാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം, വറക്കാം അല്ലെങ്കിൽ കറി വയ്ക്കാം. അപ്പോൾ ഇന്നൊരു ചെറിയ റെസിപ്പി വീഡിയോ ആണ് കേട്ടോ. എൻ്റെ ഒരു ഫേവറേറ്റ് കറിയാണ് ചെമ്മീനും മുരിങ്ങക്കോലൊക്കെ ഇട്ട് വെക്കുന്നത്. അപ്പോൾ നമ്മളത് ചട്ടി എടുത്ത് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടാവുന്ന വരെ വെയിറ്റ് ചെയ്യാം. നല്ല ആട്ടിയ വെളിച്ചെണ്ണയിലോട്ട് കുറച്ച് ഇഞ്ചി, പച്ചമുളക്, സവാള ഇട്ട് കൊടുക്കുക. പച്ചമുളക്, കറിവേപ്പില, സവാള എല്ലാം എടുത്ത് നല്ല രീതിക്ക് വഴറ്റിയെടുക്കണം. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി എടുത്ത് അത് ഇതുപോലെ തന്നെ നല്ല രീതിയിൽ വറുത്തെടുക്കുക. പിന്നെ തക്കാളി ഇട്ട് കൊടുക്കുക. ഇത് നല്ലപോലെ കുക്ക് ചെയ്യാം. തക്കാളി ഒന്ന് ഉടഞ്ഞ് അതിലെ വെള്ളമൊക്കെ പോകണം, എന്നാലാണ് ആ കറിക്കൊരു ഗുമ്മുണ്ടാവുള്ളൂ. പിന്നെ അതിൽ നമ്മളെ ഫ്രഷ് ചെമ്മീനും മുരിങ്ങക്കോലും ഇട്ട് കൊടുക്കുക. പതുക്കെ ഇളക്കുക. ആ മീനൊന്നും ഉടയാത്ത വിധത്തിൽ പതുക്കെ ഇളക്കി കൊടുക്കുക. ഓക്കെ. അതിനുശേഷം എന്താ ചെയ്യേണ്ടത്, വീണ്ടും കുറച്ചും കൂടി ഇളക്കുക. അപ്പോൾ ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് വരുന്ന സമയത്ത് ഇതിൽ പുളിവെള്ളം യൂസ് ചെയ്യാം. നമുക്ക് എത്രയാണ് പുളി ആവശ്യം, തക്കാളി ഓൾറെഡി ഉണ്ട്, അത് കൂടാതെ നമ്മൾ പുളിവെള്ളം യൂസ് ചെയ്യണം. പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ തിളക്കട്ടെ. തിളച്ച് അത്യാവശ്യം മുരിങ്ങക്കോലൊക്കെ കുക്ക് ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ പച്ച തേങ്ങയും കുറച്ച് ജീരകവും കൂടി എടുത്ത് അരച്ച് ആ അരപ്പ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. നന്നായി അരയണേ, നല്ല പേസ്റ്റ് രൂപത്തിലാവണം. അപ്പോൾ നമ്മുടെ കറി തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് നേരം കൂടി തിളക്കണം. തേങ്ങ ഒന്നുകൂടി കുക്കായി കിട്ടുമ്പോഴേക്കും സംഭവം ഉഷാറായിട്ട് വരും. അപ്പോൾ എനിക്ക് മിക്ക മലയാളികളുടെ ഒരു ഫേവറേറ്റ് ഡിഷാണ് ഈ മുരിങ്ങക്കോലും ചെമ്മീനൊക്കെ ഇട്ട് ഉണ്ടാക്കണം അല്ലേ. ഇനി അതിലോട്ട് നമ്മളൊരു വേറെ പാത്രം എടുത്തിട്ട് നമ്മൾ കടുക് പൊട്ടിക്കാനൊക്കെ പല്ലേ, അതന്നെ സെയിം സംഭവം. അതിൽ കറിവേപ്പിലയും ചെറിയ ഉള്ളിയൊക്കെ താളിച്ചെടുത്തതിന് ശേഷം നമ്മൾ കറിയിലോട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞപ്പൊടി കൊണ്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ കറി റെഡി ആയിട്ട് ഭയങ്കര സിമ്പിളാണ്. അതുപോലെ നമ്മൾ ഉച്ചയ്ക്ക് ചോറിനൊപ്പം അത് കഴിക്കാൻ സൂപ്പറായിരിക്കും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഓക്കെ. പിന്നെ വേറെ കുറച്ച് ചെമ്മീൻ കൂടി നമ്മളിൽ ബാക്കിയുണ്ട്. അതിൽ കുറച്ച് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കറിവേപ്പില ഒരു ചതച്ചത് കേട്ടോ, പിന്നെ വെളുത്തുള്ളി, പിന്നെ ചെറിയുള്ളി, ഇതെല്ലാം ചതച്ചതാണ്. നല്ലപോലെ മിക്സ് ചെയ്യാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് മാക്സിമം സമയം വെക്കണം. അപ്പോഴാണ് അതിൻ്റെ അകത്ത് ആ മസാല പിടിക്കുള്ളൂ. പറ്റുവാണെങ്കിൽ തലേദിവസമൊക്കെ വെക്കുവാണെങ്കിൽ അത്രയും മസാല പിടിക്കും. എന്നിട്ട് ഒരുപാട് വറുത്ത് ഇതിനെ ഡ്രൈ ആക്കി റബ്ബർ പോലെ ആക്കരുത്. ശരിക്കും ചെമ്മീനൊക്കെ പെട്ടെന്ന് കുക്കാവും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം കുക്ക് ചെയ്യാൻ പാടുള്ളൂ. എന്നിട്ട് ആ ചെമ്മീൻ കഴിക്കുക, നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇതുപോലെ ചോറിനൊപ്പം എടുത്ത് കഴിച്ചാൽ സംഭവം ഉഷാറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഒപ്പീനിയൻസ് അറിയിക്കുക. ഓക്കെ, ബൈ.